Dear students, look, the linearity of the Fourier transform. For any functions f of x and g of x whose Fourier transforms exist and any constants a and b, the Fourier transform of af plus bg exists, and Fourier transform of af plus bg is equal to a into Fourier transform of f plus b into Fourier transform of g. This is called linearity of the Fourier transform. So നമ്മൾ af plus bg ആണ് Fourier transform ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് ആയിട്ടുള്ള എനെയും ബിനെയും പുറത്തേക്ക് എടുക്കാം. അതേപോലെ അഡിഷൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താലും ആഡ് ചെയ്തിട്ട് Fourier transform കണ്ടാലും ഈക്വൽ ആയിരിക്കും. ദിസ് ഇസ് കോൾഡ് linearity. So we are going to prove this linearity property of the Fourier transform. ഒരു സിമ്പിൾ പ്രൂഫാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, എ എഫ് ഓഫ് എക്സ് പ്ലസ് ബി ജി ഓഫ് എക്സിൻ്റെ Fourier transform എഴുതുക. അപ്പോൾ എഫ് ഓഫ് എക്സിന് പകരം ഈ ഫംഗ്ഷൻ വരും, ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ത്, ഇൻ്റഗ്രൽ ഇങ്ങനെ പ്ലസ് ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഈ ഇ റൈസ് ടു ഐ ഒമേഗ എക്സിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ബി ഇൻറ്റു ജി ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. അതുപോലെ ഇൻ്റഗ്രേഷൻ ഉള്ളിലേക്ക് എടുത്തു. ഇൻ്റഗ്രേഷൻ ഉള്ളിലേക്ക് എടുക്കാൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രേഷൻ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ്, ഇപ്പോൾ നമ്മൾ 1/√2 എന്നുള്ളത് കോമൺ ആയിട്ടാണ് പുറത്തുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 1/√ന് ഉള്ളിലേക്ക് എടുക്കുകയാണ്. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും, ഇവിടെ ഈ ടേമിൽ 1/√2 വരും. എ എന്നുള്ളത് കോൺസ്റ്റൻ്റാണ്. ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ എ വന്നാൽ എ ഔട്ട് സൈഡ് എടുക്കാം, കാരണം ഡി എക്സിലെ ഇൻ്റഗ്രേഷൻ. അപ്പോൾ എനെ പുറത്തേക്ക് എടുക്കാം. എനെ പുറത്തേക്ക് എടുത്തു. 1/√2π എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. അതുപോലെ ഇവിടെയും ബി കോൺസ്റ്റൻ്റ് ആണ്. ബീന് ഔട്ട് സൈഡ് എടുത്തു. 1/√2π എന്നുള്ള ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെയും ഒരു 1/√2π വരും. ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. സോ ഈ കാണുന്നത് എന്താണ്, ഈ എന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് Fourier ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെയും ബി ഒഴിവാക്കിയാൽ ഈ കാണുന്നത് Fourier ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് ആണ്. സോ വി ക്യാൻ റൈറ്റ് എ ഇൻറ്റു Fourier ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു Fourier ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്. This is called linearity of Fourier transform. നമ്മളിനി കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ്, Fourier transformൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. Find the Fourier transform of f of x is equal to -1, 1, 0. -1 if -1 less than x less than 0. 1 if 0 less than x less than 1 and 0 otherwise. സോ ഇവിടെ നമുക്ക് എത്ര ഇൻ്റർവൽ കിട്ടുന്നുണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. സോ ആക്ച്വലി ഇവിടെ -1 to 0 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ -1 to 0 ആയതുകൊണ്ട് തന്നെ അതിന് മുൻപ് എന്തുണ്ടാവും, -∞ മുതൽ -1 വരെ ഉണ്ടാവും. പിന്നെയാണ് -1 to 1 ഉള്ളത്. -1 to 0. ഇവിടെ -1 to 0 ആണ്. പിന്നെ 0 to 1 and again 1 to infinity. ഇപ്പോൾ 4 സ്പ്ലിറ്റിങ് വരുന്നുണ്ട്. ഇൻ്റർവെല്ലിന് 4 സ്പ്ലിറ്റിങ് വരുന്നുണ്ട്. സോ ബൈ ഡെഫിനിഷൻ ഐ എം റൈറ്റിംഗ് Fourier ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√2π മൈനസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ദിസ് ഇസ് ദ ഡെഫിനിഷൻ. ഇനി എന്ത് ചെയ്യാം, ഈ ഇൻ്റർവെല്ലിനെ ഇങ്ങനെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ 1/√2π കോമൺ ആയിട്ട് പുറത്തുണ്ട്. -∞ മുതൽ -1 വരെ എന്താണ്, 0 ആണ്, കാരണം അതർവൈസ് 0 ആണ്. സോ 0, എഫ് ഓഫ് എക്സ് 0 ആണ്. 0 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് -1 to 0. -1 to 0 എഫ് ഓഫ് എക്സ് എന്താണ്, -1 ആണ്. സോ -1 ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് നെക്സ്റ്റ് ഇൻ്റർവെൽ 0 to 1. അവിടെ ഫംഗ്ഷൻ 1 ആണ്. സോ 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് ദ ലാസ്റ്റ് ഇൻ്റർവെൽ. ഇവിടെ പ്ലസ് ഉണ്ട്, പ്ലസ്
ഇൻ്റഗ്രൽ 1 to infinity അവിടെ എന്താ വരുന്നത്? അതർവൈസ് 0 ആണ്. സോ 0 × e−i omega x dx. സോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും 0 ആണ്, കാരണം മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 0 ആണ്. സോ ഈ സെൻറ്ററിലെ രണ്ട് പോയിന്റ് രണ്ട് ഇൻ്റഗ്രൽ മാത്രമേ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ബാക്കിയെല്ലാം 0 ആയിട്ട് പോകും. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബാക്കിയെല്ലാം 0 ആയിട്ട് പോകും. പക്ഷെ ഈ രണ്ട് ഇൻ്റഗ്രൽ മാത്രമേ വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. So that is we will get 1/√2 pi integral 1 to infinity ഇവിടെ -1നെ -e−i omega x dx പ്ലസ് 0 to 1 1 ഇൻറ്റു പറഞ്ഞാൽ ഈ ടേം തന്നെ വരും e−i omega x dx. സിമ്പിൾ ഇൻ്റഗ്രേഷൻ ആണ്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. e−i omega xന്റെ ഇൻ്റഗ്രൽ ഇവിടെ എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, അത് -i omega താഴെ വരും. -1 to 0 ഇവിടെ -1 ആണ്. -1 to 0. അതേപോലെ പ്ലസ് e−i omega x ആണ് again. So if you are integrating, we will get e−i omega x, and in the denominator we have -i omega. So ഇനി എന്ത് ചെയ്യാം? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു നോക്കാം. സോ അപ്പർ ലിമിറ്റ് ലോവർ കൊടുക്കുമ്പോൾ 1/√2 pi അവിടെ എന്തുണ്ട്? സോ ഇവിടെ നമുക്ക് -i omega ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ, മൈനസ് താഴെ ഡിനോമിനേറ്ററിൽ -i omega ഉണ്ടായിരുന്നത്, മൈനസും എന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും. സോ 1/i omega ഞാൻ കോമൺ ആയിട്ട് പുറത്ത് കൊടുത്തു. 1/i omega എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. സോ അപ്പർ ലിമിറ്റ് കൊടുത്താൽ എക്സിന് 0 കൊടുത്താൽ ഈ ടേം കംപ്ലീറ്റ് 0 ആയി പോകും. സോ e⁻0 മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ മൈനസ് എക്സിന് -1 കൊടുത്താൽ ഓൾറെഡി ഒരു മൈനസ് ഇവിടെ ഉണ്ട്. സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് മാറും. സോ e⁻i omega എന്ന് വരും. പ്ലസ് ഇവിടെ -i omega ഉണ്ട്, അപ്പോൾ ഞാൻ അതിനെ കോമൺ ആയി പുറത്ത് കൊടുത്തു 1/-i omega. ഇതേപോലെ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് 1 ആണ്. സോ എക്സിന് 1 കൊടുത്താൽ e⁻i omega വരും. മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. സോ -e⁻0 എന്ന് വരും, 1 വരും. സോ e⁻0 1 ആണ്, e⁻0 1 ആണ്. ഇവിടെ നോക്കൂ, ഇവിടെ 1 ഉണ്ട്, പുറത്ത് 1/i omega ഉണ്ട്. ഇവിടെ എന്തുണ്ട്? -1 ഉണ്ട്, പുറത്ത് -i omega ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്താൽ കോമൺ ടേം ആയിട്ട് പലതും വരുന്നുണ്ട്. ഒന്ന് നോക്കി നോക്കാം. സോ ഞാൻ 1/√2 pi പുറത്തുണ്ട്, 1/i omega ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1/i omega മൈനസ് 1/i omega e⁻i omega മൈനസ് 1/i omega e⁻i omega മൈനസും പ്ലസ് 1/i omega. സോ ഇവിടെ 1/i omega ഉണ്ട്, ഇവിടെയും 1/i omega ഉണ്ട്. അത് രണ്ടും ആഡ് ചെയ്യാം അല്ലെ, 1 + 1 ഡിനോമിനേറ്റർ ഈക്വലാ i omega. അപ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ 1 + 1 എന്ന് പറഞ്ഞാൽ 2 വരും. സോ 1/√2 pi ഇത് രണ്ടും ആഡ് ചെയ്താൽ, ഇത് രണ്ടും ആഡ് ചെയ്യാൻ കേട്ടോ, ഈ 1/i omegയും 1/i omegയും ആഡ് ചെയ്താൽ 2/i omega എന്ന് വരും. ഇനി ഇവിടെയും കോമൺ ആയിട്ട് -1/i omega ഉണ്ട്. സോ -1/i omega കോമൺ ആയി ഞാൻ പുറത്ത് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഈ ടേമിൽ i omega മാത്രമേ ഉള്ളത്. സോ i omega, ഈ മൈനസ് ആണ് ഞാൻ പുറത്ത് കൊടുത്തത്, അപ്പോൾ ഇവിടെ പ്ലസ് വരും, e⁻i omega. നമ്മൾ കോസിൻ്റെയും സൈൻ്റെയും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ e⁻i omega പ്ലസ് e⁻i omega ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ് കോസ് ഒമേഗ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് നമുക്ക് കോസ് ഒമേഗ ആയിട്ട് മാറും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. ഇക്വേഷൻ മാറുന്നില്ല, കാരണം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഉണ്ട് ഒരേ സമയം തന്നെ. സോ എന്ത് വരും? 1/√2 pi പുറത്തുണ്ട്, 2/i omega മൈനസ് 2/i omega, ഇതിന് പകരം കോസ് ഒമേഗ എന്ന് എഴുതാൻ പറ്റും.
ഇനി ഇവിടെ 2/i⍵ കോമൺ ആയി പുറത്തുണ്ട് അല്ലേ, രണ്ട് ടേമിലും കോമൺ ആയിട്ടുണ്ട്. നമുക്ക് 2/i⍵ എന്ത് ചെയ്യാം, കോമൺ ആയി പുറത്തേക്ക് എടുക്കാം. സോ ഞാൻ എന്ത് ചെയ്തു, 2/i⍵ കോമൺ ആയി പുറത്തേക്ക് എടുത്തു. ആദ്യം 2 പുറത്തേക്ക് എടുത്തു, 1/i⍵ കോമൺ ആയി ഔട്ട് സൈഡിലുണ്ട്. സോ ഇവിടെ ബാക്കി ആര് വരും, 1 മൈനസ് കോസ് ഒമേഗ. സോ 2/√2. ഇതെങ്ങനെ √2/π വരുന്നത്? ഈ 2/√2 എന്നുള്ളത് എങ്ങനെയാണ്, 2നെ നമുക്ക് √2 × √2 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ √2. അങ്ങനെയാണ് ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് √2 വരുന്നത്. ഇവിടെ ഓൾറെഡി ഒരു പൈ ഉണ്ടാകുമ്പോൾ സംഭവിക്കും, ഒരു √π കൂടിയും വരും. √2/√2π എന്ന് പറഞ്ഞാൽ √2/π ഇങ്ങനെ വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, രണ്ട് മുകളിലും താഴെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ √2 2 വരും, 2 ക്യാൻസൽ ആവും. സോ ഇങ്ങനെയും കുഴപ്പമില്ല. സോ വി വിൽ ഗെറ്റ് √2/π 1/i⍵ minus into 1 minus cos omega. This is the Fourier transform of the given function f of x equal to -1 less than x less than 0, 1 0 less than x less than 1, and 0 otherwise. So this is the Fourier transform of the given function. Look at the next question. Find the Fourier transform of f of x equal to k0 if -1 less than x less than 1 and 0 otherwise. So this is the question. We want to find the Fourier transform. So by definition, Fourier transform of f of x is equal to 1/√2π integral -∞ to ∞ f of x e raised to -i⍵x dx. So what is f of x? Which is k whenever -1 less than x less than 1 and 0 otherwise. So here we have also how many intervals? -∞ to -1, first interval, then -1 to 1, then 1 to infinity. There are total 3 intervals. So we can split this integral into 3. So we will get 1/√2π integral -∞ to -1. Here we have the f of x is equal to 0. So 0 into e raised to -i⍵x dx plus -1 to 1. Here the function is k. So k into e raised to -i⍵x dx. Now the last interval or the last integral 1 to infinity. Here the function is 0. So 0 into e raised to -i⍵x dx. So first to last to 0 ആണ്. So ആ ടേം 0 ആയിട്ട് പോകും. സോ ഈ സെൻറ്ററിൽ മാത്രമേ വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. So we can integrate this integral. സോ എന്തുവരും 1/√2π. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ k കോൺസ്റ്റൻറ്റ്, e raised to -i⍵x ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to -i⍵x, -i⍵ കോൺസ്റ്റൻ്റ് ആണ്. സോ താഴെ വരും -i⍵. ഇൻ്റഗ്രേഷൻ -1 to 1 ആണ്. സോ k കോൺസ്റ്റൻറ്റ്, സോ kനെ പുറത്തേക്ക് എടുത്തു. പിന്നെ ആരുള്ളത് -i⍵. സോ അതിനെ പുറത്തേക്ക് എടുത്തു. സോ k പുറത്തേക്ക് എടുത്തു, -1/i⍵ പുറത്തേക്ക് എടുത്തു. അപ്പർ ലിമിറ്റ്, സോ എക്സിന് പകരം 1 കൊടുത്തു. സോ എക്സിന് പകരം 1 കൊടുത്തു ഫസ്റ്റ്, മൈനസ് എക്സിന് പകരം -1 കൊടുത്തു. എക്സിന് -1 കൊടുത്താൽ എന്ത് വരും? ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ ഈ മൈനസ് കൂടി കൊടുക്കുമ്പോൾ മൈനസും പ്ലസ് ആയിട്ട് മാറും. സോ ഇവിടെ മൈനസ് ഉള്ളത്, മൈനസ് എന്താ ചെയ്യാം? പ്ലസ് ആണെങ്കിൽ കോസിലേക്ക് മാറ്റാം, മൈനസ് ആണെങ്കിൽ സൈനിലേക്കാണ് മാറ്റുക. പക്ഷെ സൈനിലേക്ക് മാറ്റുമ്പോൾ ഈ ടേം ആദ്യം വരേണ്ടത്, അല്ലെ? സൈനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് വരേണ്ടത് e raised to നമ്മൾ sin ω എന്ന് പറഞ്ഞാൽ
ആദ്യം ആര് വരണം? ഇ റൈസ് ടു ഐ ഒമേഗ ആദ്യം വരണം. മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ഡിവൈഡ് ബൈ 2i. 2i ആണ് സൈനിന്. കോസിന് വെറും 2 എന്ന് മാത്രമേ വരുള്ളൂ. ഇവിടെ പ്ലസ് ആയിരിക്കും. സൈനിലൂടെ മൈനസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യണം? ഈ ടേം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റണം. അപ്പോൾ മാറ്റുമ്പോൾ ഒരു മൈനസ് പുറത്തേക്ക് വരും. അല്ല, നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ടേം മാറുന്നത്. അപ്പോൾ ഒരു മൈനസ് പുറത്തേക്ക് എടുത്താലാണ് ഈ സാധനം എന്താണ്? ആദ്യം ഇ റൈസ് ടു ഐ ഒമേഗ വരുന്നത്. സോ കെ ബൈ റൂട്ട് 2π. ഈ മൈനസ് പുറത്തേക്ക് വന്നാൽ ഈ മൈനസ് ഉള്ള പ്ലസ് ആയിട്ട് മാറും. സോ പ്ലസ്. അപ്പോൾ ആദ്യം ഇ റൈസ് ടു ഐ ഒമേഗ എഴുതും. മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ബൈ ഐ ഒമേഗ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്താ വരുന്നത്? ഇവിടെ താഴെ 2i എന്ന് വരണം. ഇവിടെ ഓൾറെഡി ഐ ഉണ്ട്. അപ്പോൾ ഒരു 2 കൂടെ വരണം ഇവിടെ. സോ 2 എഴുതി. ഇങ്ങനെ 2 എഴുതി എന്ത് ചെയ്യണം? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വേണം. സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് വരും? ഇവിടെ 2k ബൈ റൂട്ട് 2π. 2k ബൈ റൂട്ട് 2π. ഇനി ഇവിടെ ഇ റൈസ് ടു ഐ ഒമേഗ മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ബൈ 2i ആണ് സൈൻ. സോ എന്ത് എഴുതാം? സൈൻ ഒമേഗ എന്ന് എഴുതാം. ഡിവൈഡർ ബൈ ഒമേഗയും കൂടി ഉണ്ട് അവിടെ, അല്ലേ? സോ നമുക്കത് രണ്ട് രീതിയിൽ ഫൈനസ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം? ഈ 2നെ വേണമെങ്കിൽ സൈനിൻ്റെ കൂടെ എഴുതിയിട്ട് k ബൈ റൂട്ട് 2π 1 ബൈ ഒമേഗ 2 സൈൻ ഒമേഗ എഴുതാം. അല്ലെ നമ്മൾ പൊതുവെ കോമൺ ആയിട്ട് ചെയ്യുന്ന പോലെ 2 ബൈ റൂട്ട് 2 എന്ത് എഴുതാം? റൂട്ട് ഓഫ് 2 ബൈ പൈ k സൈൻ ഒമേഗ ബൈ ഒമേഗ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ബോത്ത് ആർ ദി ഫൈനൽ ആൻസേഴ്സ്. നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം.